ആദ്യം രതീഷിലേക്കാണ്. രതീഷ്, ഗുഡ് ഈവനിങ്. ഇപ്പം ഞാൻ ഈ ജില്ലയിലെ ഒരു മണ്ഡലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയായിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, ഈ പൊതുചിത്രം എന്താണ്? ഇപ്പം നിലവിലെ ഇനിയിപ്പം വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും കാസർഗോഡ് നിന്ന് പ്രതീക്ഷിക്കാനില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. നിലവിൽ എൽ ഡി എഫിന് 3 സീറ്റും യു ഡി എഫിന് 2 സീറ്റും എന്ന നില തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. മാറിയ സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ എങ്ങനെ ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നും അറിയില്ല. പക്ഷേ ഈ മഞ്ചേശ്വരത്തും കാസർഗോഡും ഒഴിച്ച് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ അട്ടിമറികൾക്ക് യാതൊരു സാധ്യതയുമില്ല. മഞ്ചേശ്വരത്ത് നിർണായകമാണ് മത്സരം, ത്രികോണ മത്സരമാണ്. 2ാം സ്ഥാനം ബി ജെ പിക്കുള്ള ഒരു ഇടം എന്ന നിലയിൽ വലിയ മത്സരം നടക്കും. മാത്രമല്ല ഇടത് വലത് മുന്നണികൾ സ്വാഭാവികമായും ഈ NDA വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മത്സരത്തിലേക്ക് കടക്കും. പക്ഷേ എന്തായാലും മഞ്ചേശ്വരത്തിൻ്റെ ഒരു സ്വാഭാവിക രീതി അനുസരിച്ച് അതായത് UDF മുൻതൂക്കം പല കാരണങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള സ്വാധീനങ്ങൾ കൊണ്ടുമാണ് വരുന്നത്. NDA പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ വിജയം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും ഈ മഞ്ചേശ്വരത്തെ ഇത്തരത്തിലുള്ള ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ്. എന്തായാലും മഞ്ചേശ്വരം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നിർണായകമായ ഇടമാണ്. അവിടെ എന്തും സംഭവിക്കാം. അതുപോലെ തന്നെ കാസർഗോഡും ത്രികോണ മത്സരമാണ്. പക്ഷേ കാസർഗോഡ് ലീഗിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. 1980 മുതൽ ഇതുവരെ 50 വർഷമായി ലീഗ് തന്നെയാണ് ഭരിക്കുന്നത്. അവിടെ ഇടതുപക്ഷം 3ാമതാണ്, BJP ആണ് 2ാമത്. മറ്റൊന്ന് BJPക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം വേറെ തരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. 5 പഞ്ചായത്തുകൾ കാസർഗോഡ് മണ്ഡലത്തിൽ ഭരിക്കുന്നത് BJP ആണ്. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. അതുമാത്രമല്ല കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 12-ൽ അധികം മുനിസിപ്പൽ കൗൺസിലർമാരുള്ള BJPയുടെ സാധ്യതയുണ്ട്. ഇത് രാഷ്ട്രീയ സാധ്യത അങ്ങനെയാണെങ്കിലും ഒരു മറികടക്കൽ, ലീഗിനെ മറികടന്നുകൊണ്ടുള്ള ഒരു വിജയം NDAക്ക് നേടാനായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ജില്ലാ അധ്യക്ഷ അശ്വിനിയാണ് മത്സരിക്കുന്നത്. അത് വോട്ടിൻ്റെ BJPയുടെ വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടാകും. അത്തരത്തിലൊരു വിജയം സമ്മാനിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ UDFൻ്റെ ജില്ലാ അധ്യക്ഷൻ കല്ലട്ര മാഹിൻ ഹാജിയാണ് അവിടെ മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഒരു സർവ്വസജ്ജമായ മിഷണറി അവിടെ പ്രവർത്തിക്കും. അധ്യക്ഷനെ മത്സരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു വിജയ സാധ്യത എത്രയും കൂടുതൽ വർദ്ധിപ്പിക്കുക, എന്നെ നിൽക്കുന്നതിനേക്കാളും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക തുടങ്ങിയ വലിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ അവർക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മത്സരം നടക്കും. LDF നേരത്തെ പറഞ്ഞ ഷാനവാസ് പാദൂരാണ് പുതിയ മുഖമാകുക. കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന LDF സ്വതന്ത്രനായി മത്സരിച്ച ജില്ലാ പഞ്ചായത്തിന് മുൻ ഉപാധ്യക്ഷനൊക്കെ ആയിട്ടുള്ള ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് INL സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, അവരുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാസർഗോഡ് പരിശീലിക്കുന്നത്. പുതിയ സാധ്യത കാസർഗോഡിൻ്റെ യുവത്വത്തിൻ്റെ സാധ്യത മാത്രമല്ല ചെങ്കള, അദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ ചെങ്കളയിൽ അദ്ദേഹം വലിയ അട്ടിമറി വിജയം നേടിയത് ഈ കാസർഗോഡ് മണ്ഡലത്തിലാണ്. ആ സാധ്യത കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിലെ യുവത്വത്തിന് ഉൾപ്പെടെ ആകർഷിക്കുന്ന തരത്തിലൊരു അട്ടിമറി വിജയം ചിലപ്പോൾ LDFന് നേടാൻ കഴിയുമെന്ന ആലോചനയാണ് ഷാനവാസ് പാദൂരിനെ വയ്ക്കാൻ LDFനെ പ്രേരിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരുമൊക്കെ ഏകപക്ഷീയമായ LDFൻ്റെ വിജയ കോട്ടകളാണ്. അതിൽ വലിയ അട്ടിമറികൾ നടന്നാൽ മാത്രമേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരുടെ സാന്നിധ്യമാണ് കുറച്ചുകൂടെ ചർച്ചയുണ്ടാക്കുന്നത്. കുറച്ച് വോട്ടിങ്ങിൽ ശതമാനക്കുറവുണ്ടാകാം എന്ന പ്രതീക്ഷ UDFനുണ്ട്, അല്ലെങ്കിൽ നല്ല മത്സരം കാഴ്ചവെക്കാമെന്നുണ്ട്. ഉദുമയിൽ ഒക്കെ താരതമ്യേന വലിയ മത്സരം നടക്കില്ല, ഏകപക്ഷീയമാവും മത്സരം എന്ന് തന്നെയാണ് വിലയിരുത്തലുള്ളത്. കാഞ്ഞങ്ങാട് CPIയുടെ മണ്ഡലമാണ്. മുൻ മന്ത്രി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്ന ഇടമാണ്. വളരെ ഏകപക്ഷീയമായ മേൽക്കൈ LDFനുണ്ട്. പൊതുവെ നേരത്തെ പറഞ്ഞ പോലെ LDFന് 3 സീറ്റും UDFന് 2 സീറ്റും എന്ന നില തന്നെ തുടരാനാണ് സ്വാഭാവികമായ സാധ്യത. പക്ഷേ ഈ 2 മണ്ഡലങ്ങൾ വലിയ നിർണായകമാണ്. അതിൽ അട്ടിമറികൾ ഉണ്ടാവും എന്ന ആശങ്കയും ഇരു മുന്നണികൾക്കും ഉണ്ട്. ഓക്കെ രതീഷ്, അപ്പം ഇതാണ് കാസർഗോഡ് ഇപ്പം പൊതുവിലുള്ള ഒരു മത്സര ചിത്രം പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ കോൺഗ്രസ് നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ കേസാണ് പരിശോധിക്കണം. ആൽവിൻ, ഗുഡ് ഈവനിങ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ കോട്ടകൾ കാത്താൽ മാത്രം പോരാ, മികച്ചൊരു ഫൈറ്റ് കൊടുക്കാൻ കോൺഗ്രസിനും UDFനും ഒക്കെ കഴിയുമോ എന്നുള്ളത്. ഇപ്പം തൃക്കരിപ്പൂരിലൊക്കെ ഒരു പരീക്ഷണാർത്ഥം സന്ദീപ് വാര്യരെ പോലുള്ള യുവമുഖത്തിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് ഇപ്പം നിലവിലെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ?
നിശ്ചയമായും ഒട്ടും ആശാവഹമല്ല സേതു കാര്യങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പാണ്. മുമ്പ് സേതു തന്നെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ മനസ്സ് അത് എങ്ങനെയാണ് വായിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം മഞ്ചേശ്വരത്ത് ഒരു പരീക്ഷണം നടത്തി എന്നുള്ളത് നമുക്ക് പറയണമെങ്കിൽ അത് സ്വാഭാവികമായും അത് സന്ദീപ് വാര്യരുടെ വരവ് തന്നെയാണ്. സന്ദീപ് വാര്യർ മത്സരിക്കാനായി തൃക്കരിപ്പൂരിലേക്ക് വരുന്നു. ആ തൃക്കരിപ്പൂർ മണ്ഡലം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ മണ്ഡലമായിരുന്നു. അത് വെച്ചു മാറിക്കൊണ്ടാണ് ഇപ്പോൾ തൃക്കരിപ്പൂരിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് പകരം ജോസഫ് വിഭാഗത്തിന് നൽകുകയാണ്. കാഞ്ഞങ്ങാട് ഷൈജി ഓട്ടപ്പള്ളി എന്ന അവിടുത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയാണ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. പക്ഷേ തൃക്കരിപ്പൂരിൽ എന്തെങ്കിലും തരത്തിലൊരു ചലനമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് സന്ദീപ് വാര്യരെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് നോക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ BJPയുടെ വലിയ സ്വാധീന മേഖലയാണ് ഇവിടെ ഒക്കെയും. അതുകൊണ്ട് തന്നെ BJPയിൽ നിന്നെത്തിയ ഒരു നേതാവിനെ അവിടെ ഇറക്കി മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഒരു ചലനം ഏതെങ്കിലും തരത്തിലുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസ് അവിടെ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഈ പറഞ്ഞതുപോലെ കാസർഗോഡും മഞ്ചേശ്വരവും നമ്മളിപ്പോൾ വിശദമായി പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും വിശദമായി പറഞ്ഞതുപോലെ തന്നെ അത് ലീഗിൻ്റെ ഒരു ഉറച്ച മണ്ഡലം എന്ന തരത്തിൽ അവർക്ക് എപ്പോഴും ആശ്വാസകരമാണ് ഈ രണ്ട് മണ്ഡലങ്ങൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും AK മഷ്റഫ് മഞ്ചേശ്വരത്ത് വീണ്ടും ഇറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പലതവണ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ ജനപിന്തുണയിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നു. അദ്ദേഹം ജനകീയനായ ഒരു മനുഷ്യനാണ്. താഴെത്തട്ടിലെ ആളുകളുമായി വളരെ ബന്ധമുള്ള മനുഷ്യനാണ്. അവിടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം അദ്ദേഹം ഇടപെടുന്ന ഒരാളാണ്. ആർക്കും എപ്പോഴും സമീപസ്ഥനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ജയം കൂടിയാണ്. അവിടെ ജയത്തിൽ കുറഞ്ഞൊന്നും അവിടെ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ കലക്ടർ മൈൻ ഹാജി, അതോടൊപ്പം തന്നെ കലക്ടർ മൈൻ ഹാജിയെ അവിടുത്തെ ജില്ലാ അധ്യക്ഷനാണ് മുസ്ലിം ലീഗിൻ്റെ. അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആളുകൾക്കിടയിലെ ഒരു ബന്ധവും പിന്നെ ലീഗിൻ്റെ ഒരു കോട്ട എന്ന തരത്തിൽ എപ്പോഴും പറയപ്പെടുന്ന ഒരു മണ്ഡലം കൂടി ആണ് കാസർഗോഡ്. അപ്പോൾ ആ കാസർഗോഡ് മണ്ഡലവും പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDF-ൻ്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ രണ്ട് മണ്ഡലം നിലനിർത്തി മൂന്നാമതൊരു മണ്ഡലവും കൂടി ഒരുപക്ഷെ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ UDF-ന് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കാഞ്ഞങ്ങാടും അല്ലെങ്കിൽ തൃക്കരിപ്പൂരിലെ സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഉദുമയിലേക്ക് വരുമ്പോഴാണെങ്കിൽ K നീലകണ്ഠൻ അവിടുത്തെ KPCC ഭാരവാഹിയാണ്. അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയിൽ കാലങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് K നീലകണ്ഠൻ ഉദുമയിലേക്ക് മത്സരിക്കാൻ വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇതിന് മുമ്പ് തെരഞ്ഞെടുപ്പിലും പെരിയ ഇരട്ടക്കൊലപാതകമൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വിഷയങ്ങൾ ഇപ്പോഴും ആ മണ്ഡലത്തിൽ ചർച്ചയായി സജീവമായി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അവിടെയും K നീലകണ്ഠൻ എന്നയാളെ അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. കോൺഗ്രസ് അങ്ങനെ രണ്ടിടത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഒരിടത്ത് കേരള കോൺഗ്രസ് ജോസഫിന് നൽകുന്നു, രണ്ടിടത്ത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് വരുന്നത്. ഏതെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് അവർ ഉറ്റുനോക്കുന്നത്.